അടുത്ത നെക്സ്റ്റ് നമ്മുടെ ചക്കിമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇത് നമ്മൾ അന്ന് മോർണിംഗ് ആണ്. സ്റ്റേജൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. മൂത്തമ്മ ചക്കിമോളൊക്കെ എടുത്ത് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവൾ ഉറങ്ങി എണീച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവളുടെ ഉറക്കം മൂടാണ്, മുഖത്തൊരു മൂടില്ലാണ്ട്. അമ്മയുണ്ട്. പിന്നെ സ്റ്റേജ് ചേട്ടന്മാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് സ്റ്റേജ് ഓൾമോസ്റ്റ് വർക്കൊക്കെ ഫിനിഷായി. പിന്നെ എല്ലാവരും എത്തുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്നു. മക്കൾ മുറ്റത്തുനിന്ന് കളിക്കുന്നുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് ഐലിൻ ഏജിക്കുന്നു. മോളെ പേര് ഐലിന്ന. അയിനൂന്ന് ഞങ്ങൾ വിളിക്കും ഇടയ്ക്ക്. അപ്പോഴും വിളി കേൾക്കും. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ ഇരിക്കുക. അപ്പോൾ കേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സൈക്കിൾ ചവിട്ടുന്നവരുണ്ട്. അപ്പോഴേക്കും കണ്ണൻ കേക്ക് കൊണ്ടുവന്നു. ഒരു സെറ്റ് കേക്ക് എത്തി. പിന്നെ മുത്തച്ഛനുണ്ട്, അതുവിൻ്റെ അച്ഛനുണ്ട്. അങ്ങനെ എല്ലാവരും പുറത്തുനിന്ന് വർത്താനൊക്കെ പറയുന്നത്. പിന്നെ നീലു എണീറ്റപ്പോൾ ഞാൻ എടുത്ത് വന്ന് ഞങ്ങളും കുറച്ച് നേരം സിറ്റൗട്ടിൽ തന്നെ നിന്ന്. അതുവിന് അമ്മ റെഡിയായി കഴിഞ്ഞു. ഇനി ഞങ്ങളൊക്കെ റെഡിയാവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. മക്കളെ മാറി മാറി എടുക്കേണ്ടതുകൊണ്ട് നീലു ഉറക്കണീച്ചിരിക്കുക. ഞങ്ങളെല്ലാം സെറ്റായി. 6 മണിയായപ്പോഴേക്കും എല്ലാവരും എത്താൻ തുടങ്ങി. പിന്നെ ജസ്റ്റ് റെഡിയായി വന്നിരുന്നു. അതൊക്കെ റെഡിയായി. ഓരോരുത്തർ എത്തി തുടങ്ങി 6 മണിയായപ്പോഴേക്കും. പിന്നെ കുറേശ്ശെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്ത് എല്ലാവരെയും കണ്ടൊന്ന് സംസാരിച്ച് അങ്ങനെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ എത്തിയിട്ട് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം എന്തെങ്കിലും നോക്കുമ്പോൾ അതുവിൻ്റെ കസിൻസൊക്കെ എത്തി. പിന്നെ അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവരെല്ലാവരും കൂത്തുപറമ്പെന്ന് അവർ വന്ന ബസ്സാട്ടോ അത്. അത് കഴിഞ്ഞ് കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും കുട്ടിപ്പട്ടാളമൊക്കെ റെഡി ആയിരിക്കുക. പിന്നെ എല്ലാവരും മാമനാണ് എന്നെ കളിയാക്കിയിട്ട് പോയത്. പിന്നെ എല്ലാവരും കേക്ക് മുറിക്കേണ്ട സമയമായപ്പോഴേക്കും എല്ലാവരും റെഡിയായി. മൈക്ക് എൻ്റെ കയ്യിൽ തന്നിട്ട് ഏട്ടൻ എന്നോട് പറഞ്ഞ് നീ എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം, കേക്ക് മുറിക്കാൻ പോവാണ്, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം. ഏട്ടൻ മൈക്ക് വന്നപ്പോൾ തൊട്ട് എൻ്റെ നെഞ്ചെല്ലാം എടുക്കാൻ തുടങ്ങി പടേ. പിന്നെ എല്ലാവരും ഭയങ്കര നല്ലൊരു മൊമെൻ്റായിരുന്നു. എല്ലാവരെയും ക്ഷണിച്ച് എല്ലാവരും സമ്മതത്തോടു കൂടി ചക്കിമോളുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങി. അപ്പോൾ വിഷൊക്കെ ചെയ്ത് അവൾക്ക് കേക്ക് മുറിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നെ കേക്ക് കൊടുത്ത് അപ്പോഴത്തേക്കും നീല ഉറങ്ങി. പിന്നെ ഞാൻ അവനെ എടുത്തു, ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി എടുത്തിട്ട് പോയി. കേക്കൊക്കെ കൊടുത്ത് കേക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട്, ചക്കി കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നീലിനെയൊക്കെ കൊടുത്ത് ഞങ്ങൾ മാത്രം നിന്നൊരു ഫോട്ടോ എടുക്കാൻ. അപ്പോഴേക്കും കുട്ടിപ്പട്ടാളംസ് കടിയിൽ റെഡിയാണ് ലോലിപോപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ കുറച്ച് നല്ല ഫോട്ടോ എടുത്തത് എൻ്റെ കസിനാണ് മനു. അവൻ്റെ പേജ് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്തോളാം കേട്ടോ. പിന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള കേക്കൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല, ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നു. മാളുമാണ് പാടുന്നത്, എൻ്റെ പെങ്ങളെ മോളാണ് പാടുന്നത്. പിന്നെ അവൾ നല്ലോണം പാട്ടൊക്കെ പാടും. പിന്നെ എല്ലാവരും കുറേ പേരൊക്കെ പോകാൻ ഇറങ്ങി. രാത്രിയായി, പ്രോഗ്രാംസൊക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നെ കുറേശ്ശെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നു. ഇത് പിന്നെ നമ്മളെ ടീംസിൻ്റെ ഡാൻസാണ്. ഇവരില്ലാണ്ട് പിന്നെ നമുക്ക് ഡാൻസില്ലാണ്ട് നമുക്കൊന്നും പറ്റില്ലല്ലോ. എല്ലാവരും പതുക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല പാട്ട് പാടുന്നത് നമ്മളെ ഏൽപ്പിച്ചതായിരുന്നു. പക്ഷെ അവർ നല്ല പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അവരും നല്ല വൈബായിരുന്നു, പുറത്തുള്ള ആൾക്കാരും നല്ല വൈബായിരുന്നു. പക്ഷെ രണ്ട് മോനെ എടുത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മയാണോ അമ്മമ്മയോ ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട്, എടുക്കണോ നിനക്കും പോകണോന്ന്. വേണ്ടാന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവരെ ഡാൻസൊക്കെ കണ്ട് പിന്നെ കുറേ പേരൊക്കെ പോയി. 11 മണിയൊക്കെ ആവാറായി സമയം രാത്രി. പിന്നെ കുറേ പേരൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് ആദ്യം സൈഡിൽ നിന്ന് എല്ലാവരും പിടിച്ച് മാറ്റുന്നുണ്ട്. ഇവരുടെ ഡാൻസിൻ്റെ ഇടയ്ക്ക് അവളെ ചിലപ്പോൾ അവരാരും കണ്ടെന്ന് വരില്ല. പിന്നെ മാമൻ എല്ലാവരെയും തള്ളി വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പോയി കളിക്കുക പറഞ്ഞ്. നല്ല വൈബായിരുന്നു, നല്ല രസമുള്ള രാത്രിയായിരുന്നു. അവരെ പാട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അവനെ ഇത് ഗ്രൂപ്പിൻ്റെ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം.
എൻ്റെ വീഡിയോന് താഴെ മെൻഷൻ ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തത് ഇരുളത്തുള്ള രഞ്ജിത്തേട്ടനാണ്. രഞ്ജിത്തേട്ടൻ്റെ പേരും മെൻഷൻ ചെയ്തിട്ടേക്കാം. ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ ഷെയർ ചെയ്ത് തരാം. ഒക്കെ കഴിഞ്ഞ് ഷനുവേട്ടനെ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നത്, ജന്മം ചെയ്താൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ നല്ല ഫോട്ടോസ് കേട്ടോ. ഫോട്ടോ മനുവിൻ്റെയാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, വർണ്ണം ആർട്സ് പേജ്. നല്ല ഫോട്ടോസായിരുന്നു. കുറച്ച് ഫോട്ടോസും കൂടെ